കുമാരേട്ടന്റെ ഒരു സഹായം എനിക്ക് വേണം. ആ സഹായം എനിക്ക് കിട്ടിയാലേ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. എന്നെ പോലെ ഒരാൾക്ക് ഇതിൽ പരം സന്തോഷം വരാനുണ്ടോ? മാഡം പറഞ്ഞോളൂ. എന്ത് കാര്യമായിരുന്നാലും എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പുറത്തുനിന്ന് കീർത്തി ഹോസ്പിറ്റലിനെതിരെ എന്ത് ആരോപണം ഉന്നയിക്കാനും ആർക്കും സാധിക്കും. പക്ഷേ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി പ്രതികരിക്കണമെങ്കിൽ പുറത്തു നിന്നിട്ട് കാര്യമില്ല. എന്തെല്ലാം തട്ടിപ്പുകളാണോ അവിടെ നടക്കുന്നത് അതിന്റെ ഒപ്പം അതിന്റെ ഭാഗമായി നമ്മളും അവിടെ വേണം. ജില്ലാ കളക്ടർ ശാലിനിയായിട്ടല്ല, സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരാളായിട്ട് എനിക്ക് ആ ഹോസ്പിറ്റലിനുള്ളിൽ കയറി പറ്റണം. അതിനെന്താ വഴി? കാര്യം മനസ്സിലായി. ഹോസ്പിറ്റലിനകത്ത് മാഡത്തിന് ആരുടെയും കണ്ണിൽ പെടാതെ നിൽക്കാനുള്ള ഒരു സ്പേസ് വേണം. അതിന് അവിടെ സർജറിക്കായി അഡ്മിറ്റ് ആയിരിക്കുന്ന ഏതെങ്കിലും ഒരു പേഷ്യന്റിന്റെ ബന്ധുവായിട്ടോ ബൈസ്റ്റാൻഡർ ആയിട്ടോ അങ്ങനെ ഒരാളായി എനിക്ക് അവിടെ നിൽക്കാൻ പറ്റണം. അതിനുള്ളൊരു വഴി അതാ ഞാൻ ചോദിക്കുന്നത്. അതിന് മാഡം മറ്റാരെയും നോക്കി പോകേണ്ട കാര്യമില്ല. മാഡം വീട് വെച്ച് കൊടുക്കാമെന്നേറ്റ ദീപുവിന്റെ അച്ഛൻ സുധാകരൻ നട്ടലിന്റെ ശസ്ത്രക്രിയക്കായി ആ ഹോസ്പിറ്റലിലേ കിടക്കുന്നത്. അങ്ങനൊരു കാര്യമുണ്ടല്ലേ? പണത്തിന്റെ ബുദ്ധിമുട്ട് ആ കുടുംബത്തിന് ഏറെയാണല്ലോ. ഈ ഓപ്പറേഷൻ ചെയ്യാതെ സുധാകരന് പഴയ പോലെ ജോലി ചെയ്യാനോ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനോ കഴിയില്ല. അവിടെയും ഓപ്പറേഷൻ കിറ്റിന്റെ പണം അടയ്ക്കാത്തത് കൊണ്ടാണോ സർജറി വൈകുന്നത്? അല്ലാതെ വേറെ തടസ്സങ്ങളൊന്നുമില്ലല്ലോ. ചെല്ലേണ്ട രീതിയിൽ ചെന്നില്ലെങ്കിൽ രോഗി അവിടെ കിടന്ന് ചാകത്തേ ഉള്ളൂ. തിരിഞ്ഞു നോക്കത്തില്ല അവിടത്തെ അറ്റൻഡർ പോലും. താഴേക്കിടയിലുള്ള തൂപ്പുജോലിക്കാര് പോലും കൈക്കൂലി കിട്ടിയാലേ പ്രസാദിക്കൂ. അതാണ് അവിടത്തെ അവസ്ഥ. സാധാരണക്കാരന്റെ ഏക ആശ്രയമാണ് ഇതുപോലത്തെ ആശുപത്രികള്. അവിടെ ഇതുപോലുള്ള കൊള്ളകൾ നടന്നാൽ സാധാരണക്കാര് എങ്ങനെയാണ് മാഡം ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരുന്നത്? ചുമ്മാതാണോ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇരിക്കേണ്ട കത്രികയും പഞ്ഞിയും ഒക്കെ പേഷ്യന്റിന്റെ വയറ്റിൽ കാണുന്നത്? പോക്കറ്റിലേക്ക് വന്നു വീഴുന്ന പണത്തിന്റെ അളവ് കുറയുമ്പോഴാണത്. പാവങ്ങളെ രക്ഷിക്കാൻ, നല്ലൊരു ചികിത്സ അവർക്ക് ഉറപ്പാക്കാൻ നന്മയുള്ള നിങ്ങളെപ്പോലുള്ള ആൾക്കാര് മുന്നിട്ടിറങ്ങണം മാഡം. നന്മയുള്ള ആൾക്കാരും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെന്ന് അവരൊന്ന് മനസ്സിലാക്കട്ടെ. സുധാകരന്റെ സർജറി കിറ്റിനുള്ള പണം ഞാൻ അടയ്ക്കാം. എത്രയും പെട്ടെന്ന് സർജറി നടത്തുകയും ചെയ്യാം. ഒപ്പം